വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? ആ ഐക്യമല്ലേ UDFിൻ്റെ ശക്തി. ആ ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ ജനങ്ങൾ UDFിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് UDF നിലനിൽക്കാൻ കഴിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മകളാണ്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ അപ്പൊക്കം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പാടില്ലല്ലോ. ആരെങ്കിലും നടത്തി എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടത്താൻ പാടില്ല. ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിനും മഹിമക്കൊക്കെ യോജിച്ചതായിരിക്കും. പാർട്ടി പുറത്താക്കിയിട്ടും അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും MLOയിലെത്തുകയും പാലക്കാട് തന്നെ താൻ തുടരുമെന്ന് പറയുകയും അങ്ങനെ ഒരു UDFിനെ തന്നെ പ്രശ്നത്തിലാക്കുന്ന ഒരു സാധ്യത ഉണ്ടാക്കി. അല്ല, അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞത് UDFന്നും കോൺഗ്രസും നോക്കിയാണ്, ജീവിതത്തിൽ നിന്നല്ലല്ലോ. കോൺഗ്രസ് അതിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ, തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പ് പുറത്താക്കി. അതുപോലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് പോലീസിൽ കേസ് വന്ന് FIR ഇട്ടപ്പോൾ അയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. അതൊരു പാർട്ടിയുടെ മാന്യതയാണ്. അതിനപ്പുറം ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക? നേരെ മറിച്ച് ഇത്തരം അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. ആഴ്ചകളായി അവർ ജയിലിലാണല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നുമല്ല അവർ ജയിലിലിട്ട് മോഷണത്തിനാണ്. ദൈവസന്നിധിയിൽ മോഷണം നടത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടി എന്താ ഒന്നും ഇടാത്തത്? യോഗത്തിൽ ഇനി അവർ പങ്കെടുക്കേണ്ട എന്തെങ്കിലും പറഞ്ഞു. സ്ത്രീ ലംബട എന്നല്ലേ ഇയാൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കാണ്. ആ സ്ത്രീലംബടം അദ്ദേഹം ഉപയോഗിച്ച വാക്കായി ഉപയോഗിക്കുന്നത് അതിന് എൻ്റെ പേര് തെളിയിക്കാനല്ല. ആ ആരോപണം ഉന്നയിക്കപ്പെട്ട നേരിടേണ്ടി വന്ന എത്ര ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്? പാടിൻ്റെ കുഴപ്പമാണ്. കോൺഗ്രസിന് ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായ അഭിപ്രായമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDFിനും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ഈ കോൺഗ്രസിൻ്റെ അകത്തെ ഭിന്നസ്വരം കുറേ ദിവസങ്ങളായിട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ദിലീപിൻ്റെ വിഷയത്തിലടക്കം ഇത് UDFിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFിൻ്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാണോ? അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. കോൺഗ്രസ് ഓർമ്മിപ്പിക്കോ? അല്ല, മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ മലപ്പുറം.